ഹലോ നമസ്കാരം. ചിക്കു കുട്ടുവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴച്ചുണ്ട് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വാഴച്ചുണ്ടും ചെറുപയറും കൂട്ടിയിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, തേങ്ങാപ്പീര. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വാഴച്ചുണ്ട് റെഡിയാക്കി എടുക്കണം. പിന്നെ ചെറുപയർ നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കണം. ഉപ്പും മഞ്ഞളും ഒരു പച്ചമുളകും കീറിയിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കണം. അപ്പോൾ ചെറുപയറും കൊണ്ടും വൻപയറും കൊണ്ടും മുതിര കൊണ്ടും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. കാരണം ചെറുപയറിന് ഒരു മയം ഉണ്ടാവും. വൻപയറിനെക്കാട്ടിലും ഒന്നും കൂടി ഒരു മയം ചെറുപയറിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെൻ്റെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയതായതുകൊണ്ട് ഞാൻ ചെറുപയറാണ് എടുത്തിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വാഴച്ചുണ്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അതിൻ്റെ പുറത്തെ നല്ല കറുത്തിരിക്കുന്ന തൊലികൾ നമുക്ക് പൊളിച്ച് കളയാം. കരിന്തൊലി എന്ന് പറയും. അപ്പം എന്നിട്ട് നമുക്ക് അതിൻ്റെ തുമ്പ് കുറച്ചൊന്ന് ചെത്തിക്കളയാം. എന്നിട്ട് അത് നമുക്കിങ്ങനെ കുത്തി അരിയാം. ഇതിന് നല്ല കറയാണ് കേട്ടോ. അപ്പോൾ ഇതിന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ കറ കളയണം. ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഈ അരിയുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് പണി. അല്ല വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് എൻ്റെ കയ്യിലെല്ലാം കറയാണ്. അപ്പം ഇച്ചിരി ഉപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും കൂട്ടി ഇത് നല്ലോണം ഒന്ന് ഞെരടി എടുക്കുക. ഇളക്കി മിക്സാക്കിയിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാൻ എൻ്റെ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്, കറ കളയുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. നല്ലോണം ഇളക്കി അങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കറയുള്ള ഇത് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പാത്രം എടുക്കട്ടെ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെയെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പം ഇതിങ്ങനെ പിഴിഞ്ഞ് എടുക്കാം. മുഴുവനും നമ്മളങ്ങനെ കറ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പീര റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം കൂടി ഒന്ന് ചെറുതായി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് കിടന്ന് ഇങ്ങനെ കറങ്ങും. അത് കാരണം ഞാൻ ഇതൊക്കെ ഒന്ന് കീറിയിട്ടാണ് ഇടല്. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒറ്റ കറക്കൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് കുക്കറിലെ പയർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുക്കർ തുറന്നട വെച്ചിട്ടുണ്ട്. അതതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ശകലം കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂട്ടി ചതച്ചത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചട്ടിയിലിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ ശേഷം അരിഞ്ഞ് റെഡിയാക്കി കറയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ചുണ്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ചട്ടിയിലിട്ട് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് അതായി കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വാഴച്ചുണ്ടിന് അധികം വേവൊന്നുമില്ല.
അപ്പം എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിടും. ഇപ്പം നമ്മൾ ഇളക്കിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ആയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നല്ല പോണൊക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടി നമ്മൾ ഇളക്കിയെടുത്തു. ആദ്യം നമ്മളതിൻ്റെ മുകളിലല്ലേ ഇട്ട്, ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ചൂടിൻ്റെ കൂടെ കുറച്ച് കറി ഇട്ടിട്ട്, നല്ല ചൂടാണ്. ആദ്യം നിങ്ങൾക്ക് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.